വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഭക്തന്മാരുടെ പ്രാർത്ഥനകളെ നമുക്ക് കാണുവാൻ സാധിക്കും. മോശയുടെ പ്രാർത്ഥന കാണുവാൻ സാധിക്കും, ഇസഹാക്കിന്റെ പ്രാർത്ഥന കാണുവാൻ സാധിക്കും, ഹന്നായുടെ ചുണ്ടനക്കിയുള്ള കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥന കാണുവാൻ സാധിക്കും, ഹിസ്കിയാവിന്റെ മുഖം ചുവരോട് ചേർത്ത് പിടിച്ചിട്ടുള്ള കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം അവർ കരഞ്ഞ ദൈവത്തോട് വിഷയങ്ങൾക്കകത്ത് മറുപടികൾ ലഭിക്കേണ്ടതിനായിട്ട് അല്ലെങ്കിൽ നീക്കുപോക്കുകൾ ലഭിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഏലിയാവിന്റെ ഒരു വ്യത്യസ്തമായ പ്രാർത്ഥനയെ നമുക്ക് കാണാൻ സാധിക്കും. ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അതിന്റെ 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവ് ആഹാബിനോട് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് ഒരുങ്ങിക്കൊള്ളുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷമായിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയും അവിടെ തന്റെ മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് ആ പ്രാർത്ഥന വെളിപ്പെടുന്നത് വരെ അല്ലെങ്കിൽ ആ മറുപടി വെളിപ്പെടുന്നത് വരെ താൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്താണോ ആ പ്രാർത്ഥനയുടെ മറുപടി, ഏലിയാവ് ആ പ്രാർത്ഥനയുടെ മറുപടിയുടെ തുടക്കത്തെ തന്റെ ചെവിയിൽ ഒരു മുഴക്കമായി കേൾക്കുന്നു, അതിന്റെ ശബ്ദത്തെ കേൾക്കുന്നു. ആ ശബ്ദത്തെ താൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ദൈവം എന്താണോ അവിടെ ചെയ്യുവാൻ പോകുന്നത്, എന്താണോ അവിടെ സംഭവിക്കേണ്ടത്, ആ മറുപടിയെ താൻ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നതിന് മുമ്പേ ഒരു പ്രവചന ശബ്ദം പോലെ അവിടെ പ്രഖ്യാപിച്ച് അതിനുശേഷമായിട്ട് ആ മറുപടി കാണുവാനായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏലിയാവ് സമയത്തെ വേർതിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. യാക്കോബിന്റെ 5:18 വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ഏലിയാവിന്റെ ആ ഇരിപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മഴ പെയ്യിച്ചു, ദേശത്ത് ധാന്യം വിളഞ്ഞു എന്ന് യാക്കോബ് 5:18 വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളോട് എനിക്കൊരു ദൂതുപോലെ കൈമാറുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ അതരം കൊണ്ട് ശൂന്യതകളിലേക്ക് നോക്കിയിട്ടാണെങ്കിലും അതിനെ പ്രഖ്യാപിക്കുക. ഒരു സാധ്യതകളും കാണാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിയെ പ്രഖ്യാപിക്കുക, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ പ്രഖ്യാപിക്കുക, ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിശ്ചയമായും കാണുവാൻ കഴിയും.